ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്സ് ആണ്. അതിൽ കുറച്ച് ടെക്നിക്സ് കൂടിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. EOQ സ്റ്റോക്ക് ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട്. നെക്സ്റ്റ് ടെക്നിക്കാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. ക്ലാസിഫിക്കേഷൻ, അതായത് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യുക, ദെൻ മെറ്റീരിയലിനെ കോഡിഫൈ ചെയ്യുക. ഇതും എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ഇതും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്താണ് നോക്കുന്നത്? ഫോർ എഫിഷ്യൻറ്റ് സ്റ്റോറേജ് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഈസ് നെസസറി. ഓക്കെ, ഒരു എഫിഷ്യൻറ്റ് സ്റ്റോറേജ്, ഓർഗനൈസേഷനിൽ എഫിഷ്യൻ്റായിട്ട് സ്റ്റോറേജ് ഉണ്ടെന്ന് പറയണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷനും വേണം, അതേപോലെ പ്രോപ്പറായിട്ടുള്ള കോഡിഫിക്കേഷനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി എന്താണ് ക്ലാസിഫിക്കേഷൻ, എന്താണ് കോഡിഫിക്കേഷൻ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ റെഫേഴ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ദർ നേച്ചർ ഇൻ സ്യൂട്ടബിൾ കാറ്റഗറീസ്. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ സ്റ്റോഴ്സിലുള്ള മെറ്റീരിയൽസിനെ അവരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ അതിനെന്ത് ചെയ്യാണ്, ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, അതായത് അത് മെറ്റീരിയൽസിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിളായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ അയൺ ഉണ്ട് എന്ന് വിചാരിക്കുക, അതായത് ഇരുമ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക, അലൂമിനിയം ഉണ്ട് എന്ന് വിചാരിക്കുക, ദെൻ കോപ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെന്താണ്, ഇനി നമുക്ക് മറ്റ് നോക്കുക. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് അയൺ, അലൂമിനിയം, ദെൻ കോപ്പർ, ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒക്കെ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ മെറ്റൽസ് ആണ്. ഓക്കെ, അപ്പോൾ മെറ്റൽസിനെ മൊത്തമായിട്ട് ഒരു ഗ്രൂപ്പാക്കി തിരിക്കുക. അപ്പോൾ അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ഇതിനെ മൊത്തം ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലും വേസ്റ്റ്, മറ്റ് ഐറ്റംസ്, അതായത് സോപ്പ്, കോട്ടൺ വേസ്റ്റ്, ലൂബ്രിക്കൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെ ഓരോ മെറ്റീരിയലിൻ്റെയും എന്താണ് നാച്ചറിൻ്റെ അനുസരിച്ച്, അതായത് അതിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസിഫൈ, അതായത് ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഫെസിലിറ്റേറ്റ് കൺവീനിയൻസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ദ ഈസി ഐഡൻറ്റിഫിക്കേഷൻ. നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് കൂടുതൽ കൺവീനിയൻസ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയലിനെ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ നമുക്ക് ഒരു മെറ്റീരിയൽ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പെട്ടെന്ന് ഹെൽപ്ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് നമുക്കിപ്പോൾ അയൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മെറ്റലിൻ്റെ കാറ്റഗറിയിൽ പോയി നോക്കിയാൽ നമുക്ക് അയൺ കിട്ടും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് കോഡിഫിക്കേഷൻ ആണ്. ഹാവിങ് ക്ലാസിഫൈഡ് ദ മെറ്റീരിയൽ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. അതായത് ആഫ്റ്റർ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കോഡിഫൈ ചെയ്യുന്നത്, മെറ്റീരിയലിനെ കോഡിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിങ് ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ ഓർ ലെറ്റർ ഓർ സിമ്പിൾ ടു ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ ടു ഫെസിലിറ്റേറ്റ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. അതായത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള, ഇപ്പോൾ മെറ്റലിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊക്കെ ഒരു നമ്പർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 1 2 3 ഇത് നമ്പർ ആവാം, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആവാം, സിമ്പിൾസ് ആവാം. അതായത് ഓരോന്നിനും ഓരോ നമ്പേഴ്സ് കൊടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക, സീക്രട്ട് നെയിം ചെയ്യുക. ഓക്കെ, അപ്പം അതായത് ഷോർട്ട് നെയിം, സീക്രട്ട് ആൻഡ് ഷോർട്ട് നെയിം ഓഫ് ദ മെറ്റീരിയൽ ആണെന്ത് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ഓരോ കോഡുകൾ കൊടുക്കുക പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലാസിഫിക്കേഷൻ ആണ്, ദെൻ കോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്കാണ് ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. 2 ബിൻ, അതായത് 2 ബിൻ സിസ്റ്റം. ബിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക്
ബിൻ കാർഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബിൻ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്, റാക്ക് കബോർഡ് എന്നൊക്കെ പറയും. എന്താ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന റാക്ക് കബോർഡ്, അതിനാണ് നമ്മൾ ബിൻ എന്ന് പറയുന്നത്. അപ്പം മെറ്റീരിയൽ പൊസിഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിൻ കാർഡൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്, അണ്ടർ ദിസ് സിസ്റ്റം 2 ബിൻസ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിനും, ഇപ്പം എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക, ബി എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്, സി എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. ഇതിനൊക്കെ 2 ബിന്ന് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതായത് ഓരോ മെറ്റീരിയൽസിനും ഓരോ ബിന്നുകൾ, രണ്ട് ബിന്നുകൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം 2 ബിന്നുകൾ ഉണ്ടാവും. ഒന്ന് ഫസ്റ്റ് ബിന്നാണ്, രണ്ടാമത്തേത് സെക്കൻഡ് ബിന്നാണ്. അപ്പോൾ ഇതിനൊരു ഫസ്റ്റ് ബിൻ ഉണ്ടാവും. എ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലിന് എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെറ്റീരിയലിന് ഒരു ഫസ്റ്റ് ബിൻ ഉണ്ടാവും. ദെൻ അതിനൊരു സെക്കൻഡ് ബിൻ ഉണ്ടാവും. അതേപോലെ ബി എന്ന് പറഞ്ഞ മെറ്റീരിയലിന് ഈ ഫസ്റ്റ് ബിൻ ഉണ്ടാവും, അതിനൊരു സെക്കൻഡ് ബിൻ ഉണ്ടാവും. ഇങ്ങനെ ഓരോ മെറ്റീരിയലിനും ഒരു ഫസ്റ്റ് ബിന്നും ഒരു സെക്കൻഡ് ബിന്നും എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എന്തിനാണ് ഈ ഫസ്റ്റ് ബിന്നും സെക്കൻഡ് ബിന്നും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോക്കാം. ദ ഫസ്റ്റ് ബിൻ ഈസ് ടേംഡ് ആസ് റണ്ണിങ് ഓർ റെഗുലർ ബിൻ. അതായത് റെഗുലർ ബിൻ, അതായത് ഡെയിലി ഇതിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, മെറ്റീരിയൽ എടുക്കുക. അതായത് റെഗുലർ ഓർ ഡേ ടു ഡേ ഇഷ്യൂസ് ആർ മെയ്ഡ് ഫോർ ദിസ് ബിൻ. അതായത് നമുക്ക് എന്താണ് ഡേ ടു ഡേ ആവശ്യങ്ങൾക്കുള്ള മെറ്റീരിയൽസ് നമ്മൾ ഈ ഫസ്റ്റ് ബിന്നിൽ നിന്നാണ് എടുക്കുക. ഓക്കെ, സെക്കൻഡ് ബിൻ ഈസ് സെർവ്ഡ് ആസ് എ റിസർവ് ഓർ മിനിമം സ്റ്റോക്ക് ബിൻ. രണ്ടാമത്തെ ബിൻ, അതായത് ഒരു മെറ്റീരിയലിൻ്റെ ഫസ്റ്റ് ബിന്നിൽ നിന്ന് നമ്മൾ സ്റ്റോക്ക് റെഗുലറായിട്ട് എടുക്കും. സെക്കൻഡ് ബിന്നിൽ എപ്പോഴും എന്താണ്, റിസർവ് ആയിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഒരു മിനിമം സ്റ്റോക്ക് എപ്പോഴും ഈ സെക്കൻഡ് ബിന്നിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യില്ല, റെഗുലറായിട്ടുള്ള യൂസിന് യൂസ് ചെയ്യില്ല. അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ബിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി എപ്പോഴും എന്ത് ചെയ്യും, ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് 2 ഡബിൾ ബിൻ എന്ത് ചെയ്യുന്നത്, ഓരോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അതാണ് ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതും എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ആണ്. ദെൻ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആണ് നെക്സ്റ്റ്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ, ജനറലി ദ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ നോട്ട് ഫുള്ളി കൺസ്യൂംഡ്. ദർ ഈസ് സം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് അറ്റ് എനി ടൈം. To check the material loss, it is necessary to verify the material stock. അപ്പോൾ എന്താണ്, നമ്മൾ മെറ്റീരിയൽ എന്ത് ചെയ്യും, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വാങ്ങിക്കും, കൺസ്യൂം ചെയ്യും. പക്ഷെ എന്താണ്, നമ്മൾ വാങ്ങിക്കുന്ന ആ ക്വാണ്ടിറ്റി എപ്പോഴും തന്നെ ആ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അവിടെ മെറ്റീരിയൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് വെരിഫൈ ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ എപ്പോഴും നടത്തണം. ഓക്കെ, സ്റ്റോക്ക് വെരിഫൈ ചെയ്യണം നമ്മൾ. അങ്ങനെ 2 തരത്തിൽ നമ്മൾ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റവുമാണ്, രണ്ടാമത്തേത് പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റവും ഉണ്ട്. ഇങ്ങനെ 2 തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്കിനെ വെരിഫൈ ചെയ്യുന്നുണ്ട്. പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റവും ദെൻ പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റവും. അപ്പോൾ ഇനി എന്താണ് പീരിയോഡിക് ഇൻവെൻട്രിയും പെർപെക്ച്വൽ ഇൻവെൻട്രി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം. Under periodic stock verification, the entire stock is verified at a time at periodic intervals, usually once a year. അതായത് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ വാങ്ങിയിട്ടുള്ള ആ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നത് എപ്പോഴായിരിക്കും, ആ ഇയറിൻ്റെ എൻഡിങ്ങിലായിരിക്കും. അതായത് അക്കൗണ്ടിങ് പീരീഡ് ക്ലോസ് ചെയ്യുന്ന, അത് ഒരു വർഷത്തിൻ്റെ അവസാനമായിരിക്കും. അതായത് എന്താ ചെയ്യുക, ആ ഇൻവെൻട്രീസിൻ്റെ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നത്. ദ സ്റ്റോക്ക് ടേക്കിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് കോൾഡ് പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് ഓർ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം. എന്നിട്ട് അതുകൊണ്ട് എന്താണ്, നമ്മൾ ആ വർഷാവസാനമായിരിക്കും സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു അവസാനത്തിലായിരിക്കും പുതിയ സ്റ്റോക്ക് എടുക്കുക, സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുന്നത് എൻഡ് ഓഫ് ദി ഇയറിലായിരിക്കും എടുക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് അഥവാ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയും. അതായത് പീരിയോഡിക്കലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇൻവെൻട്രി വെരിഫൈ ചെയ്യുന്നത്. ദെൻ
പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം ഇസ് ഓപ്പോസിറ്റ് ടു പീരിയോഡിക് ഇൻവെൻട്രി. ഇതെന്താണ്, കണ്ടിന്യൂസ്ലി എന്തായും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അണ്ടർ ദിസ് സിസ്റ്റം ദ ആക്ച്വൽ സ്റ്റോക്ക് ഈസ് ടേക്കൺ കണ്ടിന്യൂസ്ലി ആൻഡ് ഈസ് കമ്പയർഡ് ആൻഡ് ഈസ് with the stock as shown by the material records. കണ്ടിന്യൂസ്ലി സ്റ്റോക്ക് എടുക്കുകയും ചെയ്യും, അതേപോലെ ഉള്ളതുമായിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യുകയും ചെയ്യും. ദ സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് വിച്ച് ദ മെറ്റീരിയൽ ഈസ് ഇൻ സ്റ്റോറേജ് ഈസ് കോൾഡ് പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം. എന്താണ്, മെറ്റീരിയൽ കൺട്രോൾ എന്താണ്, റെഗുലർ ബേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ. ഓക്കെ, ഇത് രണ്ടുമാണ് എന്ത്, രണ്ട് തരത്തിലുള്ള സ്റ്റോക്ക് വെരിഫിക്കേഷൻ, പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റവും ദെൻ പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റവും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്താണെന്നാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് നെസസറി ടു സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ഫോർ സ്റ്റോക്ക് ടേക്കിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. ഇതെന്താണ്, നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ, അതായത് ലാസ്റ്റ് എൻഡിങ്ങിൽ സ്റ്റോക്ക് എന്താണ്, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നെസസറി ആണെന്ത്, പെർപെക്ച്വൽ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ദെൻ സ്റ്റോക്ക് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ അറ്റ് എനി ടൈം ഇസ് നോട്ട്. ഓരോ മെറ്റീരിയലും എന്താണ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വാല്യൂ ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. Then it is possible to prepare interim final account as the value of stock is readily available. അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻ്ററിം റെക്കോർഡ്സ്, അതായത് എന്താണ്, ഇടവേളകളിൽ ഉണ്ടാകുന്ന ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ദെൻ സ്റ്റോക്ക് റെക്കോർഡ്സ് ആർ ഓൾവേസ് കെപ്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് റെക്കോർഡ്സ് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. പിന്നെ pilferage and other material losses can be detected at any early stages. നമുക്ക് എന്ത് ചെയ്യാം, തുടക്കത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. Then it ensure a moral check on the store staff. They work honestly and keep records up to date. പിന്നെ നമുക്ക് സ്റ്റോർ സ്റ്റാഫിൻ്റെ മൊറാലിറ്റി എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അവർ ഹോണസ്റ്റ് ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത്, റെക്കോർഡുകളൊക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ദെൻ ഇറ്റ് ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ദ സ്റ്റോക്ക് വിത്തിൻ ദ ലിമിറ്റ്സ്. ഇറ്റ്സ് റെഡ്യൂസ് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ മെറ്റീരിയൽസ്. പിന്നെ എന്താണ്, സ്റ്റോക്ക് വിത്തിൻ ലിമിറ്റിലാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ, അതായത് നമ്മളൊരു ലെവൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാണോ സ്റ്റോക്ക് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കൂടുതലായിട്ട് ആവശ്യമില്ലാതെ എന്ത് ചെയ്തിട്ട് മെറ്റീരിയലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം കൊണ്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിന് ഉള്ളത്. ഓക്കെ, ഇത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ്റെ അണ്ടറിലുള്ള കാര്യമാണ്. ദെൻ നെക്സ്റ്റ് കൺട്രോൾ ടെക്നിക്കാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോക്ക് കൺട്രോൾ. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. ഒരു ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോക്ക് കൺട്രോൾ. ദിസ് ഇൻവോൾവ്സ് ഡിറ്റർമിനേഷൻ ഓഫ് എ മാക്സിമം ലെവൽ ഫോർ ദ ബിൻ ആൻഡ് എ പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഓഫ് സ്റ്റോക്ക് ലെവൽ ഇൻ ദ ബിൻ. ഇതെന്താണ് ചെയ്യുന്നത്, ബിന്നിലുണ്ടാവുന്ന മാക്സിമം ലെവൽ എത്രയാണ്, ഇതിൽ മെറ്റീരിയലിൻ്റെ മാക്സിമം ലെവൽ, ബിന്നിൻ്റെ മാക്സിമം ലെവൽ എന്താണ്, അതേപോലെ എന്താണ് സ്റ്റോക്ക് ലെവൽ ഇൻ ബിൻ എന്ത് ചെയ്യുകയാണ്, പീരിയോഡിക്കലി എന്ത് ചെയ്യും, ഇൻസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ബിൻ ഈസ് ദെൻ ഫിൽഡ് അപ്പ് ആസ് റിക്വയർഡ് ഇമ്മീഡിയറ്റ്ലി ടു ദ മാക്സിമം ലെവൽ. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ബിന്നിൽ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഫിൽ ചെയ്യുകയാണ് ചെയ്യുക. അതായത് ബിന്നിൻ്റെ മാക്സിമം ലെവലും അതേപോലെ സ്റ്റോക്ക് ലെവലും നോക്കിക്കൊണ്ട് അതിനെ ഇൻസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ബിന്നിലേക്ക് സ്റ്റോക്കുകൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യുകയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോക്ക് കൺട്രോളിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും ടെക്നിക്സാണ് നമ്മൾ നോക്കുന്നത് സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ, മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്സിൽ ഇത്രയും ടെക്നിക്സാണ് നോക്കുന്നത്. ക്ലാസിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ, ഡബിൾ ബിൻ സിസ്റ്റം, സ്റ്റോക്ക് വെരിഫിക്കേഷൻ, ദെൻ ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് കൺട്രോൾ. ഇനിയുമുണ്ട് എന്ത്, മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്സ്.
അത് കഴിഞ്ഞിട്ടില്ല. ഇനി ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാവരും ക്ലാസ് കേൾക്കുക. താങ്ക് യു.